താങ്ക് യു. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാരെയും ക്ഷണിക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും വിളിച്ചവരൊക്കെ. നിന്റെ ഡാഡി നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. പോയി ഗീതയുടെ കാര്യം പറയും. ചെല്ല്. ഓ റെഡിയാരോ? നമസ്കാരം നമസ്കാരം. വരണം. പിന്നെ എല്ലാം ഗ്രാൻഡ് അറേഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ. ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? ഗുഡ്. ഇങ്ങോട്ട് വാടാ സർ. റെഡിയാരെ മോളെ അകത്തോണ്ട് ഇരുത്തടാ. ചെന്നാട്ടെ മോളെ. അവൻ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയാലും അവൻ ആരാ ടിക്കറ്റ് കൊടുക്കാതിരിക്കുന്നത്? നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ, ഞങ്ങളൊക്കെ പുറകിലില്ലേ. ഞാനൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? യെസ് മൈ ഫ്രണ്ട്സ്. നമസ്തേ. ഷീസ് ഗീത. ഓ നീയും ഗീതയും ഇഷ്ടത്തിലാണല്ലേ? എന്താടാ കല്യാണം കഴിച്ചു തരണോ? പറയടാ, മടിക്കാതെ പറയടാ. വേണ്ടേടാ? carry on my boy. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. എൻ്റെ മകൻ അജയ് വിവാഹിതനാകാൻ പോകുന്നു. come on my dear boy. പെൺകുട്ടി ആരാന്നറിയണ്ടേ? മിസ് മാനസ. വരൂ മിസ് റെഡ്ഡിയാർ. ഇനി നമ്മൾ സുഹൃത്തുക്കൾ മാത്രമല്ല, ബന്ധുക്കൾ കൂടിയാണ്. വാ മോളെ. അമ്മേ, അമ്മേ. നോക്കുമോളെ, നിന്റെ അമ്മ ഒരു സാധാരണ സ്കൂൾ ടീച്ചറാ. മകളുടെ പഠിപ്പിനെ കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ അമ്മയ്ക്കുള്ളൂ. ആരെയും സ്നേഹിക്കുന്നത് തെറ്റാണെന്നല്ല അമ്മ പറയുന്നത്. എന്റെ മോളെ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസ. നീ എന്ത് ചെയ്താലും അത് ആലോചിച്ച് ചെയ്യുന്നു എനിക്കറിയാം. എന്നാ എടുക്കുന്ന തീരുമാനം കൊണ്ട് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച അത് താങ്ങാനുള്ള ശക്തി അമ്മയ്ക്കില്ലെന്ന് ഓർക്കണം. കഴിക്കേ. എനിക്കിഷ്ടമല്ല ഡാഡി. ഈ കല്യാണം നടക്കാതിരിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. അവൾ ഇത്തരക്കാരിയാണെന്ന് എനിക്കേ അറിയൂ. വേറെ ആരെയും കിട്ടിയില്ല ഡാഡിക്ക്. നീ ആ ഗീതയെ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാ. എന്തുണ്ടാ അവക്ക്? ഗീതയുടെ കാര്യം കൊണ്ട് പറയാല്ല ഡാഡി. ആ ലിസയെ ഞാൻ കെട്ടിയെടുത്ത കോളേജിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയും അജയ് ആ വേസ്റ്റിനെ കെട്ടിയെന്ന്. നീ ആ ഗീതയെ കെട്ടിയാൽ ഈ നാട് മുഴുവൻ പറയും അവതാരം വേശ്യനെ കൊണ്ടുവന്നു എന്ന്. എന്താ മോനെ നീ കാണിച്ചേ? അയ്യോ ചോര. പോയി മരുന്ന് കൊണ്ടുപോടാ. ഓടാ, വേഗം കൊണ്ടുവാ. നോക്ക്, ഈ അവതാരം ഒരു തീരുമാനമെടുത്താൽ മാറുന്ന പ്രശ്നമില്ല. ഈ കല്യാണം തന്നെ നടക്കും. സുബു, അവിടെ പേരെന്താടാ? ഗീത. ഗീത. ആ പേര് മറക്കാതെ ഓർക്ക്. അജയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ? ഇനി എന്താ നിന്റെ ലൈൻ ക്ലിയർ? വേഗം വാ, നമുക്ക് ഗീതന്റെ കാണാൻ പോവാം. മാറിയേ, എന്താ ഇത്ര താമസം? വേഗം ആട്ടെ. എടാ പാച്ചു, വേഗം ഒരു ഡ്രസ് ചെയ്യിപ്പിച്ചേ. ഹോട്ട് വാട്ടർ റെഡി. നിങ്ങൾ
ചെയ്താലും ഞാൻ വരുന്ന പ്രശ്നമേ ഇല്ല. ഹലോ, നീ അകത്തുനിന്ന് കുറ്റിയൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്താ? കേട്ടോ. ഞങ്ങൾ നല്ലോണം വെളിയിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം, പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം അറിയണം. നീ ഗീതേന്റെ കാണാൻ വരുന്നോ ഇല്ലയോ? ഇല്ല, ഞാൻ വരുന്നില്ല. പറയുന്നേക്ക്. കുറെ കാലായി ഞങ്ങൾ ഇത് കേൾക്കുന്നത്. ഇപ്പൊ ശരിയാവുന്നു. എന്നിട്ട് ഇതുവരെ വല്ല ശരിയായോ? ഇപ്പം ബാത്റൂമിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. Come on guys, let's go. ഞാനൊന്ന് പറയട്ടെ. ഇതൊക്കെ എന്തിനാ? ആന്റിക്ക് ഗിഫ്റ്റാ. പോടാ. അയ്യോ, ഓ. ആന്റി, അജയ്ക്ക് എൻഗേജ്മെന്റ് ആയെന്ന് കരുതി ഒട്ടും ഫീൽ ചെയ്യണ്ട. ഞങ്ങളുടെ ആരെയുണ്ട്, അവൻ കെട്ടിക്കോളും. ഞങ്ങളുടെ അങ്കിൾ എത്ര നല്ലവനാണെന്ന് അറിയാമോ? ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങിത്തരും. ഹോംവർക്ക് വരെ ചെയ്തേരും, പ്രോമിസ്. ഇവിടെ ആന്റി, നിങ്ങളെ എന്റെ അങ്കിളിന് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? ഞാനൊന്ന് പറയുന്നത്. ആന്റി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിന് പകരം അങ്കിളിന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. ഇഷ്ടമാണെന്ന് പറയാൻ. ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ട്? എല്ലാം പൊട്ടിക്കിടക്കുന്നത് കണ്ടില്ലേ? ശരിയാണല്ലോ. അജയുടെ ഫാദർ അയച്ച ആളുകൾ വന്നിരുന്നു. വാണിംഗ് തന്നിട്ട് പോയി. എന്തിനാ വന്നത്? എന്റെ തോൽവി കണ്ട് ആസ്വദിക്കാനാ? എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെ നടന്നല്ലോ. ഞാൻ തോറ്റില്ലേ? ഇപ്പൊ സന്തോഷമായല്ലോ. അജയെ ഒഴിവാക്കാനായിരുന്നല്ലോ ആഗ്രഹം. എന്നെ അജയിൽ നിന്നും അകറ്റി. ഇപ്പൊ സമാധാനമായല്ലോ. ഞാനുള്ളപ്പോ നീ തോൽക്കാൻ പാടില്ല. നിനക്ക് അജയനെ വേണം, അത്രയല്ലേ ഉള്ളൂ. അതല്ലടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ലെങ്കിൽ എന്റെ ലൈഫ് സ്പോയിലായി പോവും. അവളൊരു ഫ്രോഡാണെന്ന കാര്യം നിനക്കറിയില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഫോൺ വെച്ചൊരു പാട്ടിന് പോടാ. എന്നെ കൊടുത്ത ഭ്രാന്തരാക്കരുത്. ഹലോ, ആ MP രാമേന്ദ്രനോ? എപ്പോ എത്തി? ഫാമിലി ഉണ്ടോ? എവിടെ? ഗസ്റ്റ് ഹൗസിലോ? ഗസ്റ്റ് ഹൗസിലേക്ക് കാർ അയക്കടാ. നമസ്കാരം. അങ്കിൾ, ആ ആര്യ, ലവർ ഓഫ് ഗീത. ലവർ എന്ത് ചോദിച്ചാലും നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. ഗീത അങ്കിളുടെ മകനെ ചോദിക്കുന്നു. കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഞാൻ കുറച്ച് ബിസിയാ, പിന്നീട് സംസാരിക്കാം. വയ്ക്കോ. സാറ് ബിസിയാണ്, പിന്നെ വിളിക്കും. ചെറിയ പയ്യനാ നീ, എന്നെക്കുറിച്ച് നിനക്കറിയില്ല. ഫംഗ്ഷൻ വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. പോ. ഫംഗ്ഷൻ ഡിസ്റ്റർബ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ ഫംഗ്ഷൻ നടക്കട്ടെ, എനിക്ക് അജയനെ മാത്രം കണ്ടാൽ മതി. ഓക്കെ? ഗീത ബോസിനെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഗീത ബോസിനെ ഇങ്ങനത്തെ ഹോസ്റ്റലിലിരിക്കുക. പെട്ടെന്ന് പോയില്ലെങ്കിൽ ഗീതയുടെ കാര്യം ആകെ കുഴപ്പത്തിലാവും. എനിക്കറിയാം ബോസ്, എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലാന്ന്. പിന്നെ എങ്ങനെയാ ഞാൻ സഹായിക്കുന്നത് ഇഷ്ടപ്പെടുക അല്ലേ? വരുന്നില്ലെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. അതേപോലെ ഞാൻ ഗീതയോട് ചെന്ന് പറഞ്ഞോളാം.
നോക്ക് ബോസ്, നമുക്ക് 5 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അവർ ഏത് സമയവും നമ്മൾ അറ്റാക്ക് ചെയ്യും. എന്ത് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചോളണം.